ലക്ഷ്യം പൊതുവിജ്ഞാനത്തിന്റെ പാർട്ട് 10ലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രഷർ കുക്കറിൽ വെള്ളം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്ര ഡിഗ്രിയാണ്? 120 ഡിഗ്രി സെൽഷ്യസ്. മായൻ കലണ്ടർ നിർമ്മിക്കാൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന സംഖ്യ ഏതാണ്? 20. സൗരയൂഥത്തിലെ ഏക നക്ഷത്രം ഏതാണ്? സൂര്യൻ. പാലിന് പിങ്ക് നിറമുള്ള ജീവി ഏത്? യാക്ക്. കോസല രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? ശ്രാവസ്തി. ഫിലിം ഫീൽഡിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ മന്ത്രി ആരാണ്? ശ്രീ കെ വി ഗണേഷ് കുമാർ. ഒന്നാം കേരള നിയമസഭയിൽ നിയമമന്ത്രിയായും വൈദ്യുത മന്ത്രിയായും പ്രവർത്തിച്ചത് ആരായിരുന്നു? ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ. പഴശ്ശി രാജാവിനെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? തലയ്ക്കൽ ചന്തു. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ഏതാണ്? എറണാകുളം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും അധികം പട്ടികജാതിക്കാരുള്ളത്? ഉത്തർപ്രദേശ്. ഏറ്റവും അധികം സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ജയ്പൂർ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ്? രാജസ്ഥാൻ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ആചാര്യ വിനോബ ഭാവെ. ഏത് പാർലമെന്ററി കമ്മിറ്റിയിലാണ് ലോകസഭാംഗങ്ങൾ മാത്രം ഉൾപ്പെടുന്നത്? എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ നിയമസഭാംഗം ആരായിരുന്നു? ശ്രീ ബാലകൃഷ്ണ പിള്ള. അഫ്നോളജി എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? സമ്പത്ത്. പഗ്മാർക്ക് എന്നത് എന്താണ്? കടുവയുടെ കാൽപാദത്തിന്റെ അടയാളം. ഫോസിലുകളില്ലാത്ത ശിലകൾ ഏതാണ്? ആഗ്നേയ ശിലകൾ. തെംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ പട്ടണം ഏതാണ്? ലണ്ടൻ. ആരാണ് ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചത്? ശ്രീ രാജീവ് ഗാന്ധി. സതേൺ നേവൽ കമാൻഡ് എവിടെയാണ്? കൊച്ചി. ഇന്ത്യൻ നേവിയുടെ ഏറ്റവും വേഗമേറിയ ടാങ്കർ ഏതാണ്? INS ആദിത്യ. കേരളത്തിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? 3. ഹാലി വിമാനത്താവളം എവിടെയാണ്? ജർമ്മനി. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത പേടകം ഏതാണ്? വോയേജർ 1. ഏറ്റവും അധികം നൈട്രജൻ അടങ്ങിയ രാസവളം ഏതാണ്? യൂറിയ. ചൈനീസ് പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? കൂർക്ക. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏത്? ഓസ്മിയം. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് എന്നാണ്? മാർച്ച് 31. ആത്മീയ സഭ സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ഉപനിഷത്തുകളുടെ എണ്ണം 108. ഇന്ത്യയിലെ ഏത് കോടതിയിലും ഹാജരാകാൻ അവകാശമുള്ള ഉദ്യോഗസ്ഥൻ ആരാണ്? അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ചേരിതിരിവിന് കാരണമായ പരിഷ്കാരം ഏതായിരുന്നു? മിന്റോ മോർലി ഭരണ പരിഷ്കാരം. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. ഏഴിമല ഏത് രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു? മൂഷക രാജവംശം. മൺസൂൺ കാറ്റിന്റെ ദിശ കണ്ടുപിടിച്ച നാവികൻ ആരായിരുന്നു? ഹിപ്പാലസ്. ഡാൽമിയ നഗർ എന്തിന്റെ നിർമ്മാണത്തിലാണ് പ്രശസ്തമായത്? സിമന്റ് നിർമ്മാണം. അടുത്തിടെ ഡോക്ടർമാരുടെ വിരമിക്കൽ പ്രായം 62 നിന്ന് 65 ആക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. 24ാമത്തെ തീർത്ഥങ്കരൻ ആരാണ്? വർദ്ധമാന മഹാവീരൻ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ആരാണ്? സ്വാതി തിരുനാൾ. സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് എന്താണ്? ഗണപതി വട്ടം. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം. യോഗ ദർശനത്തിന്റെ കർത്താവ് ആരാണ്? പതഞ്ജലി. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര വയസ്സാണ്? 35 വയസ്സ്. അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? APJ അബ്ദുൽ കലാം. TV റിമോട്ടിൽ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? ഇൻഫ്രാറെഡ് കിരണം. ഭക്ഷണത്തിന് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എറിത്രോസിൻ. വിമാനത്തിലെ ജനലുകൾ നിർമ്മിക്കുന്നത് ഏതു പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ്? പ്ലെക്സി ഗ്ലാസ്. കൂട്ടുകാരെ, 1937 സ്ഥാപിതമായ തിരുവിതാംകൂർ സർവകലാശാലയാണ് ഇന്നത്തെ കേരള യൂണിവേഴ്സിറ്റി.
അന്നത്തെ കാലത്ത് 6000 രൂപ മാസശമ്പളത്തിൽ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകാനായിട്ട് സർ CP രാമസ്വാമി അയ്യർ ഒരു ശാസ്ത്രജ്ഞനെ ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ശാസ്ത്രജ്ഞനെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ?